ഗവർണർക്കെതിരെ സംസ്ഥാനത്തെ സർവകലാശാലകളിലേക്ക് SFI നടത്തിയ മാർച്ച് സംഘർഷഭരിതം. കേരള സർവകലാശാല അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി. പോലീസിനെ നിഷ്ക്രിയരാക്കി ബാരിക്കേഡ് കടന്ന് അകത്ത് പ്രവേശിച്ച SFIക്കാർ ആസ്ഥാനം പിടിച്ചെടുത്ത് മണിക്കൂറുകളോളം ഉപരോധിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി P. സഞ്ജീവ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സംഘി ഗവർണറുടെ പുറംവാതിൽ നിയമനങ്ങൾ ചെറുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് M. ശിവപ്രസാദ് പറഞ്ഞു. സാധാരണക്കാരുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പട്ടിണി പാവങ്ങളുടെ, സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ് ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാം, ഒന്ന് തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല, അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ SFIക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുക. സമരസ്ഥലത്ത് നേരിട്ടെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഗവർണറുടെ തോന്നിവാസങ്ങൾ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. രീതിയിൽ പ്രവർത്തിക്കാൻ വൈസ് ചാൻസലർക്കും എല്ലാം സാധിക്കണം. തോന്നിയ പോലെ എന്ത് തോന്നിവാസം കളിച്ചാലും അതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാലും, അതുപോലെ തന്നെ RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും പൊതു ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒന്നും അതിനെ വഴങ്ങിക്കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പൂർണ്ണ പിന്തുണയുണ്ട്. വരും ദിവസങ്ങളിലും സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചാണ് SFI ഇന്നത്തെ സമരം അവസാനിപ്പിച്ചത്. കണ്ണൂരും കോഴിക്കോടും SFI മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി ജലപീരങ്കി പ്രയോഗിച്ചു. അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകാൻ. അർജുൻ, സമാനതകളില്ലാത്ത പ്രതിഷേധം, അസാധാരണ സംഭവ വികാസങ്ങളാണ് ഇന്ന് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ നിമിഷം എന്താണ് സംഭവിക്കുന്നത്? സർവകലാശാലയ്ക്കുള്ളിലെ പ്രതിഷേധം മാത്രമേ അവസാനിപ്പിച്ചിട്ടുള്ളൂ. പ്രവേശന കവാടത്തിന് പുറത്ത് തുടരുകയാണല്ലോ പ്രവർത്തകർ. ഇനിയുള്ള തുടർ നീക്കം എന്താണ്? ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അരുണ്യ പറഞ്ഞതുപോലെ തന്നെയാണ് അസാധാരണമായ പ്രതിഷേധം. മുൻപൊന്നും സർവകലാശാല ആസ്ഥാനത്ത് അതിനകത്ത് ഇത്രയും ശക്തമായൊരു പ്രതിഷേധം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പോലീസിൻ്റെ കണക്കുകൂട്ടലുകൾ ഒന്നാകെ തെറ്റിച്ചുകൊണ്ടാണ് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് 100ഓളം പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിയത്. കുറേ സമയത്തേക്ക് സർവകലാശാല അവരുടെ നിയന്ത്രണത്തിലായി എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയും ശക്തമായിട്ടുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ എത്രയോ സമയം പോലീസ് പണിപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ചാണ് പോലീസിന് മാറ്റാൻ കഴിഞ്ഞത്. അങ്ങനെ ശക്തമായൊരു പ്രതിഷേധത്തിനൊടുവിൽ നിലവിൽ സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷാവസ്ഥ ഒഴിഞ്ഞു എന്ന് പറയണം. പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല. ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് നേതാക്കൾ പറയുന്നത്. എന്തായാലും ശിവപ്രസാദ് SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പോൾ നമുക്ക് ഒപ്പം ചേരും. വലിയ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് നേരത്തെ SFIയുടെ സംസ്ഥാന നേതാക്കളൊക്കെ അറിയിച്ചിരിക്കുന്നത്. അതേസമയത്ത് സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ന് 12 കൂടിയാണ് SFIയുടെ നേതൃത്വത്തിൽ 100ഓളം പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്ന പ്രധാന കവാടം തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചത്. അതിനുശേഷം ശക്തമായിട്ടുള്ള പ്രതിഷേധം VCയുടെ ഓഫീസിനടുത്ത് വരെ പ്രവർത്തകർ എത്തി. അവിടെ നിന്ന് പോലീസ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് നേതാക്കൾ ഉൾപ്പെടെ അവിടെ നിന്ന് പോലീസിന് മാറ്റാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ
പോകാൻ തന്നെയാണ് SFI തീരുമാനിച്ചതെന്നാണ് നേതാക്കൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് സംസ്ഥാനത്തുടനീളമുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശക്തമായി ബാരിക്കേഡ് വെച്ച് തടഞ്ഞെങ്കിലും അത് മറികടന്നുകൊണ്ട് 100ഓളം പ്രവർത്തകരെ അകത്തേക്ക് പ്രവേശിച്ചു. ഇതിനു മുൻപൊന്നും ഈ സർവകലാശാലയ്ക്ക് അകത്ത് കയറി പ്രതിഷേധിക്കാൻ അത്തരത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. എന്തായാലും ശിവപ്രസാദ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിരോധം? ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിലെ 4 സർവകലാശാലകളിൽ അതിശക്തമായ പ്രതിരോധം കേരളത്തിലെ വിദ്യാർത്ഥികൾ ഉയർത്തുകയാണ്. ഇത് കേരളത്തിലെ SFI ഏതെങ്കിലും ഒരു സമരം മാത്രമായി നിങ്ങളിതിനെ കാണരുത്. ഇത് SFI നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളുമായ മുഴുവൻ മനുഷ്യരും, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നവർ, അവരുടെ രക്ഷിതാക്കൾ, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണഫലം അനുഭവിക്കുന്ന അവരുടെ ഉദ്യോഗസ്ഥർ, അധ്യാപകർ എല്ലാവരും ചേർന്നുള്ള ഐക്യസമര മുന്നണിയാണ്. ഇന്നില്ലെങ്കിൽ പിന്നെ ഇല്ല. നമ്മൾ ഉന്നത ശക്തമായ ഒരു സമരം തുടരുമ്പോൾ പോലും ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് എങ്ങോട്ടേക്കും മാറിയിട്ടില്ല. ഇവിടുത്തെ രജിസ്ട്രാർ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കവുമായി അദ്ദേഹം മുന്നോട്ട് പോകും. അദ്ദേഹത്തിന് മാറാൻ കഴിയില്ലല്ലോ. അദ്ദേഹം RSS അല്ലേ? RSSകാരന് എന്ത് ബോധമുള്ളത്? ആടിനെന്ത് ആടലോടെ എന്ന് പറയുന്ന പോലെയാണ് RSSകാരന് എന്ത് ബോധം? RSSകാരന് വല്ല ബോധമുണ്ടോ? വല്ല ബോധമുള്ളവൻ RSSൽ പോകും. അങ്ങനെ ഒരു ബോധമില്ലാത്തതുകൊണ്ടല്ലേ ഗവർണർ RSSകാരനായത്. ആ ബോധമില്ലാത്ത RSSകാരനായ ഗവർണറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമോ? അപ്പോൾ സമരത്തിന് ചൂട് അദ്ദേഹം അറിയട്ടെ. ഇന്ന് കണ്ടതുപോലത്തെ പ്രതിഷേധം ഇനിയും തുടരുമെന്നാണ് അദ്ദേഹം ഗോവൻ കടൽ തീരത്തേറ്റ കാറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. ഗോവയുടെ കടൽ തീരത്ത് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാതെ തെക്കുവടത്ത് നടന്നപ്പോൾ അടിച്ച കാറ്റ് മാത്രമേ ഏറ്റിട്ടുള്ളൂ. കേരളത്തിൽ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ കാറ്റ് അദ്ദേഹം വെക്കാൻ പോകുന്നു. നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പോലീസ് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ഈ പോലീസിന്റെ നടപടി ഒരു ജനാധിപത്യപരമായിരുന്നു. സമരമാണ്. പോലീസ് ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ ഞങ്ങൾ സമരത്തിൽ വന്നത്. പോലീസ് ഇവിടെ തടയും എന്ന് ഉറപ്പിച്ചിട്ടല്ലേ ഞങ്ങൾ സമരത്തിൽ വന്നത്. ആ പ്രഖ്യാപിച്ച സമരം VC ഓഫീസ് ഉപരോധിക്കുക എന്നുള്ളതാണ്. എന്ത് പ്രതിബന്ധം ഉണ്ടെങ്കിലും ഞങ്ങൾ ഓഫീസ് ഉപരോധിക്കും തീരുമാനിച്ചു. ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ പോലീസ് അവരുടെ നടപടി സ്വീകരിക്കും. സ്വാഭാവികമാണ്. ഈ രീതിയിൽ തന്നെ തുടരും സമരം. സമരം ഈ നിലയിൽ തന്നെ ശക്തമായി തുടരും. ഒരു സംശയം വേണ്ട. ഈ നിലയിൽ തന്നെ അതിശക്തമായ സമരം കേരളത്തിലെ SFI, കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ചേർത്ത്. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഇവിടെ വന്നല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മതനിരപേക്ഷവാദികളെ മനുഷ്യൻ ഞങ്ങളുടെ സമരത്തിനൊപ്പം ജനാധിപത്യയുടെ സമരം. ആ സമരം മുന്നോട്ടുണ്ട്. SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സംസാരിച്ചത്. ജനാധിപത്യപരമായ സമരമാണ്. സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ഒന്നിച്ചു നിർത്തി സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് ശിവപ്രസാദ് പറഞ്ഞത്. അങ്ങനെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് കേരള സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറുകയുണ്ടായി. അതിന് കുറച്ചെങ്കിലും ഒരു അയവ് വന്നു ഇപ്പോൾ എന്ന് പറയണം. പ്രവർത്തകർ പൂർണ്ണമായും പിന്തിരിഞ്ഞിട്ടില്ല. ഇപ്പോഴും പ്രവർത്തകരൊക്കെ നേതാക്കൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എന്തായാലും ഇന്ന് വലിയ സംഘർഷാവസ്ഥയിലേക്ക് ഇനി കാര്യങ്ങൾ പോകില്ല എന്ന് പറയണം. അതേസമയത്ത് തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉണ്ട്. ഈ പോലീസ് കഷ്ടപ്പെട്ട് കുറേ നേതാക്കളെയൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. അത്രയും വലിയ ഒരു സംഘർഷാവസ്ഥയായിരുന്നു സർവകലാശാല ആസ്ഥാനത്ത് ഇന്ന് അരങ്ങേറിയത്. എന്തായാലും നിലവിൽ പ്രധാനപ്പെട്ട നേതാക്കളെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കിയിട്ടുണ്ട്. ബാക്കി കുറച്ച് പ്രവർത്തകർ ഇപ്പോഴും തുടരുന്നുണ്ട്. ശക്തമായിട്ടുള്ള സമരം വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് SFI തീരുമാനിച്ചിട്ടുള്ളത്. ഗവർണർക്കെതിരെ സംസ്ഥാനത്തെ സർവകലാശാലകളിലേക്ക് SFI ഇന്ന് നടത്തിയ മാർച്ച് വലിയ സംഘർഷഭരിതമായി മാറി. ഇതുവരെ കാണാത്ത തരത്തിൽ അസാധാരണമായ സംഭവ വികാസങ്ങളായിരുന്നു സർവകലാശാല ആസ്ഥാനത്ത് നടന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസുമായി പ്രവർത്തകർ വലിയ തോതിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ഇന്നത്തെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും ഗവർണറുടെ നിയമനങ്ങൾക്കെതിരെ വലിയ തരത്തിൽ പ്രതിഷേധം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് SFIയുടെ നേതൃത്വം വ്യക്തമാക്കുന്നത്. അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.